ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്നൊരു കളർഫുൾ കേക്കിന്റെ റെസിപ്പിയാണ്. നമ്മുടെ റെയിൻബോ കേക്കിന്റെ ഒരു ഫാർ റിലേറ്റീവ് ആയിട്ട് വരും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എനിക്കുണ്ടാക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാലോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ മാർബിൾ കേക്ക് നിങ്ങൾ ഉണ്ടാക്കിയോ? വളരെ എളുപ്പമാണ്. അതൊരു ബിഗിനേഴ്സ് റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇന്നത്തെ കേക്കിന് ആവശ്യമായ വിപ്ഡ് ക്രീം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ കേക്ക് സ്കിൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. രണ്ടിന്റെയും ലിങ്ക് ഞാൻ പിൻഡ് കമന്റ് ആയിട്ട് താഴെ തരാം. അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? നമുക്ക് ഈ കേക്ക് ടിന്നൊന്ന് തട്ടിക്കൊടുക്കാം. നേരം കൂടി ലോ ഫ്ലെയിമിൽ വെക്കാം. എടുത്തിട്ടുണ്ട്. ഫ്രോസ്റ്റിങ്ങും പോകും, അത് സാരമില്ല, ക്ലീനായി വെക്കണം. എൻ്റെ കേക്ക് പെർഫെക്റ്റ് ആണ്. അതിൻ്റെ ഫ്രോസ്റ്റ് ഈ കേക്ക് പെർഫെക്റ്റ് ആയിരിക്കും, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമുക്ക് മൾട്ടി കളേർഡ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം പുതിയതായിരിക്കണം. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചലിച്ചെടുക്കണം. ഈ ചലിക്കുന്നത് തന്നെ മിക്സ് ആവാനാണ്. 1 2 പ്രാവശ്യം നമുക്ക് ചലിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യം ചലിച്ചിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇതിന് നമുക്കൊരു ബീറ്ററോ സ്പൂണോ വെച്ച് ബീറ്റ് ചെയ്യാം. ഞാനിത് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേക്ക് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ബീറ്റർ എടുക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചലിച്ച് വെച്ച ആ മിക്സിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു 1/4 ഭാഗം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒരു 100 ഗ്രാം വെണ്ണയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിച്ച് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. നല്ലോണം പതഞ്ഞ് വരും. എല്ലാ അളവുകളും കറക്റ്റായിരിക്കണം കേക്ക് ഉണ്ടാക്കുമ്പം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ആ മുട്ടയുടെ മണമെല്ലാം മാറാനാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം സ്ലോ ആയിട്ട് ബീറ്റ് ചെയ്ത ശേഷം പിന്നെ സ്പീഡ് കൂട്ടാം. അങ്ങനെയാണ് നമ്മൾ കേക്ക് മിക്സ് ചെയ്യുന്നത്. നമ്മുടെ ബാറ്റർ ഇങ്ങനെ പോറിങ് കൺസിസ്റ്റൻസിയിലായിരിക്കണം. നമുക്ക് സ്പൂൺ കൊണ്ട് എടുത്തിടാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിലായിരിക്കണം. എനിക്കിപ്പോൾ ഒരു 4 കളറുണ്ട്. നമ്മുടെ കയ്യിലുള്ള എത്ര കളറുണ്ടോ അത്ര ബൗൾസ് എടുത്ത് ഓരോ ബൗളിലും 2 ഡ്രോപ്പ് വീതം കളർ ഒഴിക്കുക. എൻ്റെ കയ്യിൽ 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ബ്രൗൺ കളറിനായിട്ട് കൊക്കോ പൗഡർ പാലിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്ലെയിൻ ബാറ്റർ കൂടി ആകുമ്പോൾ നമുക്ക് 6 കളറായി. ഇനി ഈ ബാറ്ററിനെ എല്ലാ ബൗളിലും ഈക്വലായിട്ട് ഒഴിക്കുക. ആദ്യം എല്ലാത്തിലും ഓരോരോ തവി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കൂടുതൽ ബാറ്റർ ഉണ്ടെങ്കിൽ ഈക്വലായിട്ട് എല്ലാ ബൗളിലും ഒഴിച്ചു കൊടുക്കാം. റെയിൻബോ കേക്കിൻ്റെ ഒരു അനിയനക്കായി വരും നമ്മുടെ ഈ കേക്ക്. ഈ റെയിൻബോ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓരോ കളറിലും ഓരോ കേക്ക് വീതം ഉണ്ടാക്കും. അതായത് 7 കേക്ക് ഉണ്ടാക്കും. അതിന് ലെയേഴ്സായി മുറിച്ച് ഓരോ ലെയർ വെച്ച് ഒരു കേക്ക് സെറ്റ് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആവും. നമ്മുടെ സോസ് പാൻ ഒന്ന് 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് എല്ലാ കളേഴ്സും ബാറ്ററുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഓവറായി മിക്സ് ചെയ്യരുത്. മാത്രമല്ല ഒരു ഡയറക്ഷനിൽ മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡാവും. ഇനി ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മുടെ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള കേക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കളറും ഓരോരോ ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതിനുശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ആ ബേസ് മുഴുവൻ ഫില്ലാവണം. ബേസിന് മുഴുവൻ ഫില്ലായ ശേഷം നമുക്ക് ഈ കേക്ക് ടിന്നൊന്ന് തട്ടിക്കൊടുക്കാം. കേക്ക് ടിൻ എങ്ങനെ സെറ്റ് ചെയ്യണത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ഇടാം. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുത്ത് അടുത്ത ലെയർ ആയ ശേഷം വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്യണം. അങ്ങനെ എല്ലാ ബാറ്ററും കഴിഞ്ഞിട്ട് നല്ലപോലെ ഒരു ടാപ്പ് ചെയ്ത ശേഷം നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത സോസ് പാനിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിടുക. അതിനുശേഷം നമുക്കൊരു പപ്പടക്കോലോ ഒരു ടൂത്ത് പിക്കോ വെച്ചൊന്ന് കുത്തി നോക്കാം. ക്ലീനായി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്തു എന്നാണ് അർത്ഥം. അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി ലോ ഫ്ലെയിമിൽ വെക്കാം. നമ്മുടെ കേക്ക് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഉടനെ കൊട്ടരുത്, തണുത്ത ശേഷം മാത്രമാണ് നമ്മളതിനെ കൊട്ടിയെടുക്കാവൂ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഫ്രോസ്റ്റിങ്ങും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പുറത്തുനിന്ന് വാങ്ങുകയൊന്നും വേണ്ട. വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് വിപ്ഡ് ക്രീം തോൽക്കുന്ന രീതിയിലുള്ള ഹോം മെയ്ഡ് വിപ്ഡ് ക്രീം നമുക്കുണ്ടാക്കാം. നമ്മുടെ കേക്ക് വളരെ പെർഫെക്റ്റാണ്, കരിഞ്ഞിട്ടില്ല, നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല ഭംഗിയില്ല നമ്മുടെ കേക്ക്. നമുക്കിനി ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനാദ്യം കുറച്ച് പൊന്തി വന്നിട്ടില്ലേ ആ ഭാഗം ഒന്ന് മുറിച്ച് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് ക്രീം ഇടാം. ഇതിന് 2 ലെയറായിട്ടാണ്
സെറ്റ് ചെയ്യുന്നത്. മുറിക്കുമ്പോൾ ചിലപ്പോൾ പാളിപ്പോവും, അത് സാരമില്ല, ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഷുഗർ സിറപ്പ് തളിക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ വെള്ളത്തിട്ട് തിളപ്പിച്ച് ആറിച്ചതാണ്. അതിന് നമ്മുടെ 2 പാർട്ടിലും തളിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ റൊട്ടേറ്റിംഗ് കേക്ക് ടേബിളൊന്നുമില്ല, നമുക്കിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഹോം മെയ്ഡ് ക്രീമുണ്ട്, അതിന് നമുക്ക് സെൻറ്ററിൽ വെച്ച് ബേസ് ലെയർ അവിടെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. അതിന് മീതെ നമ്മുടെ ക്രീം ഇട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എത്ര തിക്നെസ് നിങ്ങൾക്ക് വേണോ അത്രയും തിക്കിൽ നമുക്കത് തേച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മീതെ അടുത്ത ലെയർ വയ്ക്കാം. ഒരു പ്രോബ്ലമേ ഉള്ളൂ, കേക്ക് ടേബിൾ തിരിയാത്തതുകൊണ്ട് നമ്മൾ തിരിഞ്ഞ് വേണം ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. കലാബോധമുള്ളവർക്ക് അതിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ ഇത്രയൊക്കെ കഴിവുള്ളൂ. നമുക്കിതിൻ്റെ മേലെ ഒന്ന് ക്രീം പുരട്ടുക, അത്ര മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കുറച്ചൊന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ കേക്ക് ബിസിനസ് നടത്താവുന്നതേ ഉള്ളൂ. അടുത്ത് ഉള്ള കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാം, നമുക്ക് പണവും കിട്ടും. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സൈഡ് ഒന്ന് ക്ലീനായി വെക്കണം. എൻ്റെ കേക്ക് തൽക്കാലം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിനെ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാം, അത് അല്ലെങ്കിൽ അലിഞ്ഞു പോവും. കുറച്ച് ക്രീമിൽ ഞാനൊരു യെല്ലോ കളർ ഇട്ടിട്ടുണ്ട്. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു നോസിലിട്ട് എൻ്റെ കലാവിരുതൊന്ന് ആ കേക്കിന് മീതെ പ്രയോഗിക്കാൻ പോവുകയാണ്. ഫ്രിഡ്ജിനകത്താണ് ഇപ്പോൾ കേക്ക് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത് മെൽട്ടായി പോകും. ബട്ടർ വെച്ചാണ് നമ്മൾ ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത ശേഷം നമുക്കതിൽ ആവശ്യമുള്ള ഡെക്കറേഷൻസ് നടത്താം. നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ളവർക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കേക്കിനേക്കാളും വൃത്തിയായിട്ട് ചെയ്യാം. എൻ്റെ പരിമിതിക്കുള്ളിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആണ് അതിൻ്റെ ഫ്രോസ്റ്റിംഗ്. കേക്കും നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഈ കേക്ക് പെർഫെക്റ്റ് ആയിരിക്കും, ഞാൻ ഗ്യാരണ്ടി. താങ്ക്